ഹായ് ഫ്രണ്ട്സ്, ഗ്രീൻ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കിയാൽ നമുക്ക് സാലഡിലൊക്കെ ഇടുന്നൊരു ഇലച്ചെടിയാണ് കേട്ടോ. ഇത് തന്നെ സീഡ് വീണ് മുളച്ചതാണ്. ഇതിന്ന് പറിച്ചെടുക്കാൻ വേണ്ടി വന്നതാണ്. ഇനിയിപ്പോൾ ഇതങ്ങോട്ട് പറിച്ചെടുത്തേക്കാം. ഞാനിതിപ്പം ഇത് പച്ചയ്ക്ക് കഴിക്കാവുന്ന ഇലച്ചെടിയാണ് കേട്ടോ. സാലഡ് ആയിട്ട് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഞാനിത് കുറച്ച് സ്പിനാച്ചും കൂടെ നിൽപ്പുണ്ട്, വേറെ തോരൻ വെക്കാവുന്ന ടൈപ്പുള്ള. അതിൻ്റെ കൂടെ ഇട്ട് തോരനായിട്ടങ്ങ് വെക്കാമെന്ന് ഓർത്തിട്ടാണ്. ഇത് സ്പിനാച്ചാണ്. അപ്പം ബേബി സ്പിനാച്ചായിട്ട് നമുക്ക് വേണേൽ പറിച്ചെടുക്കാം. പക്ഷേ ഇതിപ്പോൾ വലുതായി, ഇപ്പം നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ഇതൊക്കെ തന്നെ സീഡ് വീണ് മുളച്ചാണ് കേട്ടോ. ഇപ്പം മറ്റേ ഇലച്ചെടി ഇത്രയും ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. ഇത് സാലഡൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. ഇത് നമുക്ക് തോരനായിട്ടും വെക്കാൻ നല്ലതാണ്. ഞാൻ ഇതിൻ്റെ കൂടെ മറ്റേതിട്ട് തോരൻ വെക്കാൻ ഓർത്തിരിക്കുന്നത്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് സ്ലഗും സ്നെയിലൊക്കെ കയറി കഴിച്ചതാണ് കേട്ടോ. അത് വേണ്ട. തന്നെ സീഡ് വീണ് ഉണ്ടായതാണ് ഇതിൻ്റെ അകത്ത്. അപ്പം അതിങ്ങനെ ഞാൻ പുല്ലൊക്കെ പറിച്ചിങ്ങനെ നിർത്തിയപ്പോൾ നല്ലതായിട്ട് വളർന്നു വന്നു. ഇത് ഇനി അടിയിൽ നിന്നും വളർന്നു വരും. ചിലപ്പോൾ അത് ഇനിയിപ്പോൾ പൂവായിട്ട് വരും കേട്ടോ. അന്നേരം പിന്നെ അതിൻ്റെ സീഡ് നമുക്ക് വീണ്ടും എടുക്കാം. ഒരു ഇലക്കറിക്കുള്ള സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയ സ്പിനാച്ചും. പർപ്പിൾ കളറിലുള്ള ഇലയാണ്. ഒരു തോരനുള്ളതുണ്ട്. ഇതാ ഈ 3 ചെടിയാണ് കേട്ടോ സ്പിനാച്ച് കിട്ടിയത്. ഇനി ഇത്തേന്ന് വളർന്നു വന്നോളും കേട്ടോ. കുറച്ചുകൂടെ ഇലകളൊക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അത് പൂക്കളായിട്ടിങ്ങ് വരുവേ. അന്നേരം നമുക്കതിൻ്റെ സീഡ് എടുത്തിട്ട് വീണ്ടും നമുക്ക് ഉപയോഗിക്കാം. ഇതുണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇലകൾ വീണ്ടും മുളച്ച് വരുമെന്ന്. നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഇലകളുണ്ടായി നിൽക്കുന്നതാണ് കേട്ടോ. ഇത് സ്പിനാച്ചാണ്. വീണ്ടും ഇലകളുണ്ടായിട്ടുണ്ട്.